ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങൾക്ക് രണ്ടച്ഛന്മാരുണ്ട്. ഒരാൾ എപ്പോഴും പറയുന്നു പണത്തോടുള്ള ആർത്തിയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. പക്ഷെ മറ്റേയാൾ പറയുന്നു അല്ല, പണമില്ലാത്തതാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം. ഇതിൽ ആര് പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുക? റോബർട്ട് കിയോസാക്കിയുടെ ലോകപ്രശസ്തമായ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാൽ. സംഭവം ഇങ്ങനെയാണ്. റോബർട്ടിന് രണ്ടച്ഛന്മാരുടെ സ്വാധീനമുണ്ടായിരുന്നു. ഒരാൾ സ്വന്തം അച്ഛൻ, നല്ല വിദ്യാഭ്യാസവും ജോലിയുമൊക്കെ ഉണ്ടായിട്ടും ജീവിതകാലം മുഴുവൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടി. മറ്റൊരാൾ അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛൻ, സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ ഹവായിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കിടയിൽ നിന്നുകൊണ്ട് ഏതുവഴി തെരഞ്ഞെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ചെറുപ്പക്കാരനായ റോബർട്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ മാർക്കുകളോ യൂണിവേഴ്സിറ്റി ഡിഗ്രികളോ അല്ല നിങ്ങളുടെ സാമ്പത്തിക വിജയം തീരുമാനിക്കുന്നത്. അതിനേക്കാളുമൊക്കെ ഉപരിയായി നമ്മുടെ ചിന്താഗതിയാണ്, നമ്മുടെ മൈൻഡ് സെറ്റാണെല്ലാം. ഈ പാവപ്പെട്ട അച്ഛനും സമ്പന്നനായ അച്ഛനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അവരുടെ വരുമാനത്തിലായിരുന്നില്ല, മറിച്ച് പണത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്താഗതിയിലായിരുന്നു. ഈയൊരു വ്യത്യാസം തന്നെയാണ് എല്ലാത്തിനും അടിസ്ഥാനം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചിന്തകൾ തമ്മിൽ ഇത്രയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്കിത് വാങ്ങാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് പ്രവർത്തനം നിർത്തും. അതൊരു ഫുൾ സ്റ്റോപ്പാണ്. പിന്നെ അവിടെ ചിന്തയില്ല. പക്ഷേ ഇതെനിക്ക് എങ്ങനെ വാങ്ങാൻ കഴിയും എന്ന് നമ്മൾ സ്വയം ചോദിക്കുമ്പോഴോ, അപ്പോൾ നമ്മുടെ തലച്ചോറ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. പുതിയ വഴികൾ, പുതിയ ആശയങ്ങൾ അത് കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങും. കണ്ടോ, ആ ഒരൊറ്റ ചോദ്യം മതി നമ്മുടെ സാധ്യതകളുടെ ലോകം മുഴുവൻ തുറന്നുകിട്ടാൻ. സമ്പന്നനായ അച്ഛന്റെ ഒരു പ്രധാനപ്പെട്ട വാചകമാണിത്. അതായത് കയ്യിൽ പണമില്ലാത്ത അവസ്ഥ അതാർക്കും വരാം, അതൊരു താൽക്കാലിക കാര്യമാണ്. പക്ഷേ ദാരിദ്ര്യം അങ്ങനല്ല, അതൊരു മാനസികാവസ്ഥയാണ്. ആ ചിന്തയുടെ കെണിയിൽ നമ്മൾ പെട്ടുപോയാൽ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് തലമുറകളോളം നമ്മളെ വിടാതെ പിന്തുടരുന്നും വരും. നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു ശമ്പളത്തിനു വേണ്ടി നമ്മുടെ വിലയേറിയ സമയം വിൽക്കുന്നു, അല്ലേ? എന്നാൽ സമ്പന്നർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവർ പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല, പകരം പണത്തെ അവർക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാഠം. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എങ്ങനെയാണ് ഈ പണത്തെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്നത്? അതിനുള്ള ഉത്തരം നമ്മുടെ സ്കൂളുകളോ കോളേജുകളോ പഠിപ്പിക്കാത്തൊരു രഹസ്യമാണ്. ആ രഹസ്യത്തിന്റെ പേരാണ് സാമ്പത്തിക സാക്ഷരത അഥവാ ഫിനാൻഷ്യൽ ലിറ്ററസി. ഇതിലെ നിയമം വളരെ സിമ്പിളാണ്. ഒരു ആസ്തി, അതായത് ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് സ്ഥിരമായി പണം കൊണ്ടുവരുന്ന എന്തിനേയും വിളിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് എല്ലാ മാസവും വാടക തരുന്ന ഒരു കെട്ടിടം, അത് നിങ്ങളുടെ ഒരു ആസ്തിയാണ്. നേരെ തിരിച്ചാണ് ബാധ്യത അഥവാ ലയബിലിറ്റി. അത് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ എല്ലാ മാസവും EMI അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാർ ലോൺ. ഈ ഒരു ചെറിയ വ്യത്യാസം മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കും കളി മാറുന്നത്. നമുക്ക് പാവപ്പെട്ടവരുടെ കാര്യം നോക്കാം. അവർക്ക് ശമ്പളം കിട്ടുന്നു. ആ പണം വാടക, ഭക്ഷണം, കറന്റ് ബിൽ അങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾക്കായി ചെലവാകുന്നു. മാസം തീരുമ്പോൾ കയ്യിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല. അടുത്ത ശമ്പളത്തിനായി കാത്തിരിക്കണം. വളരെ ലളിതമായ ഒരു സൈക്കിൾ. ഇനി ഇടത്തരക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷേ ആ പണം ഉപയോഗിച്ച് അവർ എന്തു വാങ്ങുന്നു? ഒരു വലിയ കാർ, കുറച്ചുകൂടി വലിയൊരു വീട്, പുതിയ ഐഫോൺ, ഇങ്ങനെയുള്ള ബാധ്യതകൾ വാങ്ങിക്കൂട്ടുന്നു. അവർ വിചാരിക്കുന്നത് ഇതെല്ലാം ആസ്തികളാണെന്നാണ്. പക്ഷേ സത്യത്തിൽ ഈ ഹോം ലോണും കാർ ലോണും എല്ലാം എല്ലാ മാസവും അവരുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ഇതിനെയാണ് കിയോസാക്കി റാറ്റ് റേസ് അഥവാ എലിപ്പന്തയം എന്ന് വിളിക്കുന്നത്. കൂടുതൽ വരുമാനം നേടുക, കൂടുതൽ കടം വാങ്ങുക, ആ കടം വീട്ടാൻ കൂടുതൽ കഷ്ടപ്പെടുക, ആ കെണിയിൽ കിടന്ന് ഓടിക്കൊണ്ടേയിരിക്കും. എന്നാൽ സമ്പന്നരുടെ രീതി തീർത്തും വ്യത്യസ്തമാണ്. അവർ അവരുടെ വരുമാനം ഉപയോഗിച്ച് ആദ്യം വാങ്ങുന്നത് ആസ്തികളാണ്. അതായത് വാടക കിട്ടുന്ന കെട്ടിടങ്ങൾ, സ്റ്റോക്കുകൾ, സ്വന്തമായി വരുമാനം തരുന്ന ബിസിനസ്സുകൾ. അങ്ങനെ ഈ ആസ്തികളാണ് അവർക്ക് വേണ്ടി പുതിയ വരുമാനമുണ്ടാക്കുന്നത്. അവർ ഉറങ്ങുമ്പോഴും ഈ ആസ്തികൾ അവർക്ക് വേണ്ടി പണിയെടുക്കും. ഈ വരുമാനം അവരുടെ എല്ലാ ചിലവുകളും കഴിഞ്ഞും മിച്ചം വരും. ചുരുക്കി പറഞ്ഞാൽ അവർ ആ എലിപ്പന്തയത്തിൽ ഓടുന്നില്ല, അവർ അതിൽ നിന്നും എന്നേ പുറത്തു കടന്നു. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ആസ്തികൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക? ഇവിടെയാണ് മൂന്നാമത്തെ തന്ത്രം വരുന്നത്. നിങ്ങളുടെ ജോലി എന്തുമാകട്ടെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിലാണ്. മെക്ഡൊണാൾഡ്സിന്റെ സ്ഥാപകനായ റേ ക്രോക്കിന്റെ കഥ കേട്ടാൽ ഇത് ശരിക്കും മനസ്സിലാവും. എല്ലാവരും വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ബിസിനസ് ബർഗർ വിൽക്കുന്നതാണെന്നാണ്. പക്ഷേ റേ ക്രോക്കിന് കൃത്യമായി അറിയാമായിരുന്നു തന്റെ തൊഴിൽ ബർഗർ വിൽക്കുന്നതാണെന്നും, എന്നാൽ തന്റെ യഥാർത്ഥ ബിസിനസ് ആ റെസ്റ്റോറന്റുകൾ ഇരിക്കുന്ന ഭൂമി വാങ്ങിക്കൂട്ടുകയാണെന്നും. ആ റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ആസ്തി. ഓർക്കുക, നിങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ ബിസിനസ്. നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആസ്തികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും ഒരു ചെറിയ ഭാഗം എടുത്ത് ഇതുപോലുള്ള ആസ്തികൾ വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് വരുമാനം തരുന്ന കാര്യങ്ങൾ. അതാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. നമ്മളിൽ പലരും ഒരു ആഡംബര വസ്തു, ഒരു കാറോ ഫോണോ കണ്ടാൽ അത് ലോൺ എടുത്തോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ വാങ്ങും. എന്നാൽ സമ്പന്നർ അങ്ങനെയല്ല ചെയ്യുന്നത്. അവർക്കൊരു പുതിയ മെഴ്സിഡീസ് കാർ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ ആ കാറിന് മാസാമാസം പണം നൽകാൻ കഴിവുള്ള ഒരു ആസ്തി വാങ്ങും. ചിലപ്പോൾ ഒരു ചെറിയ ഫ്ളാറ്റ് വാങ്ങി വാടകയ്ക്ക് കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കും അവർ ആ കാറ് വാങ്ങുന്നത്. ചുരുക്കത്തിൽ അവരുടെ ആസ്തികളാണ് അവരുടെ ആഡംബരങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്, അല്ലാതെ അവരുടെ ശമ്പളമല്ല. അപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റിനെക്കുറിച്ചും സ്റ്റോക്കുകളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. പക്ഷേ ഇതൊന്നുമല്ല നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും വലിയ ആസ്തി. അതെന്തായിരിക്കും? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ അറിവ്.
ആ അറിവിനെ വളർത്താൻ സഹായിക്കുന്ന 4 പ്രധാനപ്പെട്ട കഴിവുകളുണ്ട്. ഈ 4ഉം ചേരുമ്പോഴാണ് നിങ്ങളുടെ സാമ്പത്തിക ഐക്യു അഥവാ ഫിനാൻഷ്യൽ ഐക്യു രൂപപ്പെടുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. അക്കൗണ്ടിംഗ്, അതായത് പണത്തിന്റെ ഭാഷയായ കണക്കുകൾ മനസ്സിലാക്കാനുള്ള കഴിവ്. 2. നിക്ഷേപം, പണത്തെക്കൊണ്ട് കൂടുതൽ പണമുണ്ടാക്കുന്ന കല. 3. വിപണിയെക്കുറിച്ചുള്ള ധാരണ, എവിടെയാണ് അവസരങ്ങളുള്ളതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. 4. നിയമം, അതായത് ടാക്സ് ലാഭിക്കാനും നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കാനുമുള്ള നിയമപരമായ അറിവ്. ഈ 4 തൂണുകളാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ബാങ്ക് ബാലൻസോ ശമ്പളമോ അല്ല നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത്. അത് നിങ്ങളുടെ തലച്ചോറിനകത്തുള്ള അറിവാണ്. ആ അറിവിൽ നിക്ഷേപിക്കുക, കാരണം അതിന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി സമ്പത്ത് തിരികെ നൽകാൻ കഴിയും. നിങ്ങളൊരു ഡോക്ടറോ എഞ്ചിനീയറോ അധ്യാപകരോ ആരായിക്കൊള്ളട്ടെ, അത് നിങ്ങളുടെ തൊഴിലാണ്, നിങ്ങളുടെ പ്രൊഫഷനാണ്. പക്ഷേ ഇന്നു മുതൽ നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിക്കണം: എന്റെ യഥാർത്ഥ ബിസിനസ് എന്താണ്? എന്റെ ആസ്തികളുടെ കോളത്തിൽ ഞാൻ ഇന്ന് പുതിയതായി എന്ത് ചേർക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള യഥാർത്ഥ വഴി ഒളിഞ്ഞിരിക്കുന്നത്.